നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് നയാഗ്ര ഫോൾസിൻ്റെ അവിടെയാണ്. സോ നമ്മൾ ഇന്നലെ ന്യൂയോർക്കിലെത്തിയിട്ടുണ്ടായിരുന്നു. അയോവ ടു ന്യൂയോർക്ക് ഫ്ലൈ ചെയ്തു എന്നിട്ട് നമ്മൾ ഇന്നലെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഏർലി മോർണിംഗ് ഒരു 2 മണി ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് അവിടെ നിന്ന് ഒരു 6 hours ഉണ്ടായിരുന്നു നയാഗ്ര ഫോൾസ്. സോ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇനി ആദ്യം ഫോൾസ് പോയി കാണണം, അതാണ് പ്ലാൻ. പിന്നെ ഉള്ളത് നമ്മൾ ആ ബോട്ടിങ് റിസർവ് ഇല്ല, ടിക്കറ്റ് എടുക്കണം. സോറി, കണ്ടില്ല. അങ്ങനെ അമ്മ അച്ഛനെ കൊണ്ട് നമ്മൾ നയാഗ്ര ഫോൾസ് കാണിക്കാൻ പോകണമെന്നല്ലേ? നമ്മൾ ആക്ച്വലി കുറേ പ്രാവശ്യം ന്യൂയോർക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നയാഗ്ര ഫസ്റ്റ് ടൈമാണ് വരണേ. പക്ഷെ മോസ്റ്റ്ലി നമ്മുടെ പ്ലാൻ ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ന്യൂയോർക്ക് സിറ്റി ഇവരെ കാണിക്കുക എന്നുള്ളതാണ്. തൊപ്പിട്ട് കൊടുക്കണോ? ആ, അമ്മ ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറഞ്ഞേ. അച്ഛൻ ഹായ് പറഞ്ഞേ. സോ അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടുത്തെ നയാഗ്ര വെൽക്കം സെൻറ്ററിൻ്റെ അവിടെ എത്തി. ഈ കാണുന്നതാണ് കേട്ടോ വെൽക്കം സെൻറ്റർ. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നയാഗ്ര ഫോൾസിലുള്ള പല പല ആക്ടിവിറ്റീസിനുള്ള ടിക്കറ്റൊക്കെ എടുക്കാം. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു റെസ്റ്റ് റൂം ഉണ്ട്. ആൻഡ് ആ റെസ്റ്റ് റൂമിൻ്റെ വാളിൽ ഇങ്ങനെ ഭംഗിയായിട്ട് നയാഗ്ര ഫോൾസ് എന്നൊക്കെ എഴുതി നമുക്ക് ഫോട്ടോ ബൂത്തൊക്കെ പോലെ ഇല്ലേ, അതുപോലെ അവിടെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോയി നമ്മളെടുത്ത ആ വെൽക്കം സെൻറ്ററിൽ നിന്ന് എടുത്ത ടിക്കറ്റ് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ അവരകത്തേക്ക് കയറ്റിവിടും. അതൊരു ഒബ്സർവേഷൻ പോയിന്റിലേക്കാണ് നമ്മൾ കയറ്റി വിടുന്നത്. സോ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നയാഗ്ര ഫോൾസിൻ്റെ ഒരു എന്താ പറയുക, ഈഗിൾസ് ഐ പോലെയുള്ള ഒരു വ്യൂ കാണാൻ പറ്റും. മൊത്തത്തിലുള്ള നല്ല ഹ്യൂജായിട്ട് തോന്നിപ്പിക്കുന്ന തരം വ്യൂ ആണ്. ആൻഡ് ഇപ്പോൾ കാണുന്നതാണ് റെയിൻബോ ബ്രിഡ്ജ്. സോ അപ്പുറത്തെ സൈഡിലുള്ളത് കാനഡയാണ്, ഇപ്പുറത്തെ സൈഡിലുള്ള US. അപ്പോൾ രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് കാനഡ ബ്രിഡ്ജ്, റെയിൻബോ ബ്രിഡ്ജ്. അതിൽ കൂടെ നടന്നൊക്കെ പോകാം കേട്ടോ. ആൻഡ് ഇപ്പം നമ്മൾ ബോട്ടിലെത്തി. സോ ടിക്കറ്റൊക്കെ കൊടുത്ത് ഒരു ലിഫ്റ്റൊക്കെ ഇറങ്ങി ഇതുവഴി കയറുന്നതിന് മുന്നേ നമുക്കൊരു റെയിൻ കോട്ട് പോലെയുള്ളൊരു പോൺചോ പോലെയുള്ളൊരു സാധനം കിട്ടും. അതൊക്കെ ഇട്ട് നമ്മൾ ഇങ്ങനെ ബോട്ടിൽ കയറി ഇനിയാണ് നയാഗ്ര ഫോൾസ് കാണാൻ പോകുന്നത്. കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ബ്രൈഡൽ വെയിൽ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് ഈ ഫോൾസാണ്. സോ നയാഗ്ര ഫോൾസ് എന്ന് പറഞ്ഞാൽ 3 ഫോൾസാണുള്ളത്: അമേരിക്കൻ ഫോൾസ്, ബ്രൈഡൽ വെയിൽ ഫോൾസ് ആൻഡ് ഹോഷൂ ഫോൾസ്. ഇതാണ് 3 വാട്ടർഫോൾസ്. നയാഗ്ര ഫോൾസിൻ്റെ ഇൻറ്റൻസിറ്റി പറയുകയാണെങ്കിൽ ഈ ബോട്ട് ടൂർ തന്നെ ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയി ആ സൗണ്ടും ആ വാട്ടർഫോൾസിൻ്റെ വെള്ളവും ആ ഒരു ആംബിയൻസിലൊക്കെ മനസ്സിലാവും നമുക്ക് എത്ര ഹ്യൂജാണ് ആ നയാഗ്ര ഫോൾസ് എന്ന്. ആൻഡ് അതിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ ഇച്ചിരി ഉള്ളൂ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാനും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ ഇപ്പോഴും നയാഗ്ര ഫോൾസ് എന്ന് പറഞ്ഞ വെള്ളം വെച്ചിട്ട് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് കാനഡയും അമേരിക്കയും കൂടെ ഷെയർ ചെയ്ത് യൂസും ചെയ്യുന്നുണ്ട്. അങ്ങനെ പയ്യെ നമ്മൾ നയാഗ്ര ഫോൾസിൻ്റെ ഈ ഹോഷൂ ഭാഗമാണ് അവിടെ മേജർ സംഭവം. സോ അങ്ങോട്ട് എത്തുകയാണ്. എത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് അവിടെ നിന്ന് ഈ കാറ്റൊക്കെ അടിച്ചിട്ട് വെള്ളമൊക്കെ നമ്മുടെ മേത്തേക്ക് ആ ബോട്ടിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കണ്ടായിരുന്നു. സോ അധികം നനയാണ്ട് രക്ഷപ്പെടുന്നത് അവർ തന്നിട്ടുള്ള ആ പോഞ്ചോ വെച്ചിട്ടാണ്. സോ USA സൈഡിലുള്ളവർക്ക് ബ്ലൂ കളറും കാനഡ സൈഡിലുള്ളവർക്ക് റെഡ് കളർ പോഞ്ചോമാണ് അവർ തരുന്നത്. അങ്ങനെ ആ ബോട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ബോട്ടിൽ നിന്ന് അതിൻ്റെ അറ്റത്തൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ലൈക്ക് ഭയങ്കരമായിട്ട് കാറ്റും വെള്ളമൊക്കെ അടിച്ചിട്ട് സൂപ്പർ ഫീലാണ്. ആൻഡ് ഇപ്പം നമ്മൾ താഴെയാണ് നിന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ മുകളിൽ പോയി നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റ് ഉണ്ടാവും.
നമുക്ക് പിന്നെ വാവയൊക്കെ ഉള്ളതുകൊണ്ട് വാവയ്ക്ക് കുറച്ച് പേടിയൊക്കെ ആവുന്നുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഇങ്ങനെ കാറ്റും വെള്ളമൊക്കെ അടിക്കുന്ന സമയത്ത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സേഫ്റ്റിക്കും പിന്നെ വാവയെ അധികം പേടിപ്പിക്കാണ്ടിരിക്കാനൊക്കെ നമ്മൾ താഴെ തന്നെ നിന്നാണ് കണ്ടത്. പക്ഷെ മുകളിൽ പോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല എഫക്റ്റിൽ കാണാം. പിന്നെ എന്താ, പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മുകളിൽ ഇങ്ങനെ ഭയങ്കര കുറച്ചും കൂടെ നനയുമായിരിക്കും. താഴെ അത്രയും നനയുണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാൻ അധികം ഒന്നും നനഞ്ഞേയില്ല. മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നനയുകയും ചെയ്യും, ഷെയ്ഡും ഉണ്ടാവില്ല. ഈ ദൂരം നടക്കുന്ന സമയത്ത് നമ്മുടെ ബോട്ടിലുള്ള ആളിങ്ങനെ കുറച്ച് ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷനും കഥകളും ഒക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കതൊന്നും കേൾക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ആ വെള്ളം ചാടുന്ന ഒച്ചയും കാറ്റും ബഹളമൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ബോട്ട് ടൂറൊക്കെ കഴിഞ്ഞിട്ട് ലാൻഡിലേക്ക് തിരിച്ചെത്തി. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബ്രൈഡൽ വെയിൽ ഫോൾസിൻ്റെ നമ്മൾ ഫോൾസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഭാഗങ്ങൾ. അങ്ങനെ നമ്മൾ ആ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്നുള്ള ആ ബോട്ട് ടൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ കേവ് ഓഫ് ദ വിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്തേക്ക് നടന്ന് പോകാനുള്ള പ്ലാനാണ്. സോ കേവ് ഓഫ് ദ വിൻസിൽ നമ്മൾക്ക് ടിക്കറ്റ് കിട്ടിയത് എന്തോ 1 മണിയോ 1:30 അങ്ങനെ ആ സമയത്ത് എന്തോ ആണ്. നമ്മുടെ പക്ഷേ ബോട്ട് ടൂർ കഴിഞ്ഞ് നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കളയാൻ വേണ്ടി നമ്മൾ വേറൊരു വ്യൂ പോയിന്റിലും കൂടെ പോയി ഈ ഫോൾസ് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നടന്നു പോവാണ്. അല്ല കുഞ്ഞ് അപ്പുറത്ത് ആ കുഞ്ഞേ നോക്കിക്കേ, എന്താ പറയാനുള്ളത്? ഫ്ലൈറ്റ് ടൂർ ഫ്ലൈറ്റ് ടൂറിന്ന് ബോട്ട് ടൂർ കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇങ്ങനെ 1 മണിക്ക് നമ്മൾ കേവ് ഓഫ് ദ വിൻസ് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഒരു വ്യൂ പോയിന്റിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഇവിടെ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് കറങ്ങിയിട്ട് കിടക്കുക. അപ്പോൾ ഇവിടെ ബോട്ടിലല്ലാതെ നയാഗ്ര ഫോൾസ് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ്. ഒരു അത്ഭുതം തന്നെയാണല്ലേ, നല്ല ഭംഗിയാണ്, നല്ല സൂപ്പറാണ്, നല്ല അടിപൊളി. ഹെവി അങ്ങനെ അത് കാണാൻ വന്നേക്കായിരുന്നു. ഇത്രയധികം ടൂറിസ്റ്റ് വരുന്ന ഒരു സ്ഥലമായിട്ടും ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീനായ വെൽ മെയിൻറ്റെയിൻഡ് പാർക്ക് അല്ലെങ്കിൽ വെൽ മെയിൻറ്റെയിൻഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു കേട്ടോ ഇത്. പിന്നെ ആക്സസിബിലിറ്റി വൈസ് ആണെങ്കിലും നമുക്ക് വാവയുടെ സ്ട്രോളർ കൊണ്ടു നടക്കാനാണെങ്കിലും ഒക്കെ വളരെ ഈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്ടിവിറ്റീസൊക്കെ ഇത്തിരി പ്രൈസി ആണെങ്കിലും ഇത്രയും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് വെക്കാനാണല്ലോ അതെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അത്ര വിഷമം തോന്നില്ല ആ കാശ് മുടക്കുന്നതിന്. ഫോൾസിൻ്റെ പുറത്ത് ലൈക്ക് ലാൻഡിൽ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ ഏറ്റവും നല്ലത് കാനഡ സൈഡിൽ നിന്ന് കാണുമ്പോഴാണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ സമയമൊക്കെ ചുറ്റിത്തിരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എത്തി കേവ് ഓഫ് ദ വിൻസിലേക്ക്. അതാണെങ്കിൽ അതിനപ്പുറം അത് അടിപൊളിയായിരുന്നു. നമ്മൾ വിചാരിച്ചു പോയി എങ്ങനെയാണ് ആ കൺസ്ട്രക്ഷൻ അവിടെ ആൾക്കാർക്ക് പോകാൻ വേണ്ടി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് തന്നെ. സോ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വാവയും കൊണ്ട് എന്തായാലും അതുവഴി പോകാൻ പറ്റില്ല നമുക്ക് മനസ്സിലായതുകൊണ്ട് അത് നമ്മൾ അമ്മയും അച്ഛനെയും വിട്ടു. അവരാദ്യം പോയി കറങ്ങി തിരിഞ്ഞ് വരട്ടെ, നമ്മളിവിടെ നിൽക്കാം വാവേനെയും കൊണ്ട്. എന്നിട്ട് അവർ വന്നു കഴിയുമ്പം നമ്മൾ അതിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് വാവനെ നമ്മൾ കൊണ്ടുപോയില്ല അങ്ങോട്ട്. അമ്മയ്ക്കും അച്ഛനും കൊടുത്തു. എന്നിട്ട് നമ്മൾ അത് എൻജോയ് ചെയ്യാൻ പോയി. ബ്രൈഡൽ വെയിൽ ഫോൾസിൻ്റെ ക്ലോസർ ലുക്കാണ് നമുക്ക് ഇത് നടന്നു പോകുമ്പോൾ കിട്ടുക. പിന്നെ ആ വെള്ളവും മിസ്റ്റൊക്കെ വന്നിട്ട് ഉള്ള എക്സ്പീരിയൻസും അടിപൊളിയാണ്. ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയപ്പം അവർ പറഞ്ഞ ഈ ബ്രിഡ്ജ് നടക്കാനുള്ള സ്ഥലം അവർ ഫോളിൽ മാറ്റിയിട്ട് സ്പ്രിങ്ങിൽ വീണ്ടും റീബിൽഡ് ചെയ്യുന്നതാണ് കേട്ടോ. നയാഗ്ര ഫോൾസ് എന്തായാലും ഒരു മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നയാഗ്ര ഫോൾസ് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു 1.5 hour ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെച്ച്വർത്ത് സ്റ്റേറ്റ് പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് വന്നു നമ്മൾ. ഇതൊരു ഈ സൈഡിലെ ഗ്രാൻഡ് ക്യാനിയൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഇപ്പോൾ സ്റ്റേറ്റ് പാർക്കിൽ വന്നേക്കുക. ജസ്റ്റ് ഇപ്പോൾ വിസിറ്റർ സെൻറ്ററിലാണ്. പോയി നോക്കാം എന്താ അവിടെ കാണാനുള്ളത്.
ഇവിടെയും കുറച്ച് വാട്ടർഫോൾസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ കൂടെയുള്ള ഡ്രൈവ് നല്ല രസമാണ്. പ്രത്യേകിച്ചും നമ്മളുടെ US-ലെ നാഷണൽ പാർക്കോ സ്റ്റേറ്റ് പാർക്കോ ഒക്കെ എടുത്ത് നോക്കിയാലും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് നല്ല രസമുള്ള റോഡും മരങ്ങളും ഒക്കെയാണ്. പിന്നെ ഈ കുറേ പഴയ സ്റ്റേറ്റ് പാർക്കുകളിലൊക്കെ പോവുകയാണെങ്കിൽ മരങ്ങൾക്കൊക്കെ നല്ല സൈസായിരിക്കും. പിന്നെ കുറേ മരങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ കൂടെ വെറുതെ ഡ്രൈവ് ചെയ്ത് പോകാൻ തന്നെ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ കാറിൽ പോകുമ്പോൾ ജനലൊക്കെ താത്തിയിട്ട് നല്ല പാട്ടൊക്കെ വെച്ച് പോകാൻ നല്ല ഫീലാണ്. സോ അങ്ങനെ നമ്മളുടെ ഈ സ്റ്റേറ്റ് പാർക്കിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു. ഇതെന്ന് പറയുന്നത് ലോവർ ഫോൾസ് ആണെന്ന് തോന്നുന്നു. സോ ഇവിടെ 3 ഫോൾസ് ഉണ്ട്. ലോവർ, മിഡിൽ, അപ്പർ ഫോൾസ്. അതിങ്ങനെ നമ്മൾക്കിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അതിങ്ങനെ ഓരോരോ ഫോൾസ് ഉണ്ട്. അപ്പോൾ അതിനെ അങ്ങനെ നെയിം ചെയ്ത് വെച്ചേക്കുന്നതാണ്. സോ ഇതിൻ്റെ സൈഡിൽ കണ്ടില്ലേ ഇങ്ങനെ കാനിയൻ പോലെ, അതുകൊണ്ടാണ് ഇവിടെ ഇതിനെ കാനിയൻ ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ജമ്പ് ചെയ്ത് പോണു അമ്മയും മോളും കൂടെ. വേറൊരു മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ആർച്ച് ബ്രിഡ്ജ് ആണ്. അവിടെ ഉണ്ട് ഒരു വാട്ടർഫോൾ. ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ ഒരു റെയിൽവേ ക്രോസിംഗ് ആണ്. സോ അത് കാണാൻ പിക്ചർ പെർഫെക്റ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സീനറിയാണത്. ഇത്രയൊക്കെ ആയപ്പോഴേക്കും ലേറ്റ് ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ തിരിച്ചെന്നാൽ ന്യൂയോർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നലെ നല്ല ലേറ്റ് ആയിട്ടോ ഇവിടെ വീട്ടിൽ എത്തിയ സമയത്ത്. സോ വീട്ടിൽ വന്നു, കിടന്നുറങ്ങി, അത്രയേ ഉള്ളൂ. ഇന്ന് രാവിലെ എണീറ്റു. സോ അമ്മയ്ക്കും അച്ഛനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നയാഗ്ര ഫോൾസ്. ബോട്ട് ടൂർ ആണെങ്കിലും നമ്മൾ എന്തായിരുന്നു കേവ് ഓഫ് ദ വിൻസിൽ പോയതാണെങ്കിലും മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് ഇഷ്ടമായി. അപ്പോൾ അത്രയേ ഉള്ളൂ നയാഗ്ര വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയി കാണും വരെ ബൈ. We don't need no education, no.